السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സമാധരണീയരായ ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സയ്യിദ് ഹംസ ബാഫക്കി തങ്ങൾ അവറുകളെ, ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ ബാക്കവി മുസ്തഫ ബാക്കവി, നമ്മുടെ ഈ പരിപാടിയെ ധന്യമാക്കുന്നതിന് വേണ്ടി എത്തിയ സമസ്തയുടെ മഹാരഥന്മാരായ സാരഥികൾ, ബഹുമാനപ്പെട്ട കുഞ്ഞാലൻകുട്ടി ഫൈസി അവറുകൾ, അതുപോലെ തന്നെ നവാസ് ദാരിമി ഓമശ്ശേരി തുടങ്ങിയ ആളുകൾ, അതുപോലെ തന്നെ പട്ടിക്കാട് ജാമിഅ നൂരയിലെ പ്രൊഫസർ കൂടിയായ ഇർഫാനി, അദ്ദേഹവും ഇവിടെ എത്തിച്ചേരും. എന്തുകൊണ്ടും ഇന്ന് നമുക്ക് അവരുടെ പ്രസംഗങ്ങളിൽ നിന്ന് നമ്മളൊക്കെ സ്നേഹിക്കുന്ന നമ്മുടെ സമസ്തയെ അറിയുവാനും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുന്നതിനും ഉള്ള വളരെ വിലപ്പെട്ട കനപ്പെട്ട പ്രഭാഷണങ്ങളാണ് അവിടെ നടക്കാനിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ഈ പരിപാടിയിൽ ഹംസ ബാഫക്കി തങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. അൽഹംദുലില്ലാ, അദ്ദേഹം തർബിയത്തുൽ ഇസ്ലാം കോഴിക്കോട്, പുതു ഇസ്ലാമികൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറായ സാഹചര്യത്തിൽ വളരെ ശ്ലാഘനീയമായ രീതിയിൽ അവിടെ തർബിയത്തിൽ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിലും അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമസ്തയുടെ ഇബാദ് സംബന്ധമായിട്ടൊക്കെ തന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞാലൻകുട്ടി ഫൈസി അവിടെ വിശദീകരിക്കും. ഇബാദിലൂടെയൊക്കെ തന്നെ ഇന്ന് ദഅ്വ പ്രവർത്തന രംഗത്ത് ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഇന്ന് കാലത്തിന് അനുയോജ്യമായ മതം ഇസ്ലാമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇതിലേക്ക് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരുന്ന ആളുകൾക്ക് അവർക്ക് പഠിക്കാനും താമസിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെയാണ് അവിടെ ഉള്ളത്. അതൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പോലെയുള്ള ദീർഘദൃഷ്ടിയുള്ള മഹാന്മാരായ ആളുകളാണ് അതിനൊക്കെ കാരണക്കാരായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ജിദ്ദയിലെ സുന്നി സമൂഹം ഈ പറഞ്ഞ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾക്കുള്ള സൗകര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യേണ്ട സഹായങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, അതൊക്കെ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് അതിന് കനപ്പെട്ട സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ വന്നത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ജനത്തുൽ മുഅല്ലയിൽ നമ്മൾ പോകുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിൻ്റെ പിന്നെ ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ എപ്പോഴും വല്ലാത്തൊരു സ്നേഹത്തിൻ്റെയും ഒരു ദുഃഖത്തിൻ്റെയും ഒപ്പം വളരെ സന്തോഷമാണ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളുടെ ഖബർ അവിടെയുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞു 19 ദിവസത്തെ ഗുളികയാണ് കിട്ടിയത്. 20ാമത്തെ ദിവസം ഒരു മാസത്തെ ഗുളിക ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ 19 ഗുളികയാണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഈ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ മക്കയിൽ അന്ത്യവിശ്രമം കൊള്ളാൻ ആഗ്രഹിച്ചു വന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അത് അള്ളാഹു സഫലീകരിച്ചു. മഹാനവറുകളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കുക, നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അവിടെ ചെല്ലുന്നതും സലാം ചൊല്ലുന്നതും ഒക്കെയാണ്, പ്രാർത്ഥിക്കുന്നതൊക്കെയാണ്. നമുക്കൊക്കെ എന്നും വലിയ കനപ്പെട്ട സംഭാവനകളും വിലപ്പെട്ട വലിയ ദൗത്യങ്ങളാണ് മഹാനവറുകൾ നിർവഹിച്ചത്. നമ്മുടെ സമസ്തയുടെ മദ്രസ പ്രസ്ഥാനവും മറ്റും പട്ടിക്കാട് ജാമിഅ നൂരിയെ പോലെയുള്ള മഹത്തായ സ്ഥാപനം എന്ന് തുടങ്ങി ഒരുപാട് നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവരോടുകൂടെ പ്രവാചക തിരുമേനിയോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കുക, നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മോട് സംസാരിക്കാൻ വേണ്ടി ആദരണീയനായ നവാസ് ദാരിമി ഓമശ്ശേരി അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.